നമ്മുടെ കൺസേൺസ് ഒന്നും അല്ലെങ്കിൽ നമ്മുടെ വിഷമങ്ങളൊന്നും കേൾക്കാൻ ആരുമില്ല എന്നുള്ള പ്രശ്നങ്ങൾ നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു കാര്യം ഞാൻ ഇൻ്റർവ്യൂവിൽ പറഞ്ഞു എന്ന് മാത്രമല്ല. അല്ലാതെ പ്രത്യേകിച്ച് ഒരു പർട്ടിക്കുലർ വ്യക്തിയെക്കുറിച്ചോ പാർട്ടിയെക്കുറിച്ചോ സംസാരിച്ച് അവരെ കൂടുതൽ പ്രതിസന്ധിയിലാക്കാനോ അതുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാനോ ഞാൻ റിനി ആൻഡ് ജോർജ്. അപ്പം ഇവരെ പറ്റിയിട്ട് നിങ്ങൾ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യണേ. അതുപോലെ എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ. അപ്പം റിനിയെ അറിയാത്തൊരാരും കാണത്തില്ല. ഒരുമാതിരിപ്പെട്ടവർക്കെല്ലാം റിനിയെ അറിയാം. ഇപ്പോൾ റിനിയുടെ ഒരു ഇൻ്റർവ്യൂ ഒന്ന് ഞാൻ സ്ക്രോൾ ചെയ്തപ്പോഴത്തേക്ക് ഞാൻ ഫേസ്ബുക്കിനകത്ത് കാണാനിടയുണ്ടായി. അപ്പം അതിൻ്റെ ഒന്ന് രണ്ട് ഭാഗങ്ങൾ ഞാൻ ഇവിടെ വയ്ക്കാം. അപ്പം നമുക്കറിയാം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസിനകത്ത് രാഹുൽ എന്നൊരു വ്യക്തിയെ ഇല്ലാതാക്കി കളഞ്ഞൊരു വ്യക്തി എന്ന് വേണമെങ്കിൽ പറയാം റിനി ആൻഡ് ജോർജ്. ഇവരെ ഒരു ഹൂക്കേഴ്സ് എന്നുള്ളൊരു ഇൻ്റർവ്യൂ കൊണ്ട് ഇട്ടതോടു കൂടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിന് ഈ ഒരു അവസ്ഥ വന്നതെന്ന് എല്ലാ ആളുകൾക്കും അറിയാവുന്നതാണ്. പക്ഷേ ഇന്ന് വരെ ഇവർ രാഹുലിൻ്റെ പേര് പറഞ്ഞിട്ടില്ല, അതുപോലെ ഒരു പരാതി പോലും കൊടുത്തിട്ടില്ല. അതാണ് ഇതിലെ ഏറ്റവും വലിയൊരു രസം, ഒരു കോമഡി ആയിട്ട് എനിക്ക് തോന്നിയത്. ഓക്കെ, എന്തായാലും ഒരു ഇൻ്റർവ്യൂവിൻ്റെ ഒന്ന് രണ്ട് ഭാഗങ്ങൾ ഞാൻ ഇവിടേക്ക് അവർ പറയുന്നത് നിങ്ങളൊന്ന് കേട്ട് നോക്കി. ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടും ഇപ്പോഴും ഇങ്ങനെ ഈ ഇളിച്ചുകൊണ്ടിരുന്ന ഇൻ്റർവ്യൂ ചെയ്യാനുള്ളൊരു മനസ്സ് ഇവർക്ക് മാത്രമേ കാണൂ കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് കണ്ടു നോക്കേ. എനിക്ക് ചിത്രയോടൊന്നും ഒരു കാര്യം ചോദിക്കണമെന്നുണ്ടായിരുന്നത്, അന്നത്തെ ഇന്റർവ്യൂവിൽ കണ്ട ഞാനും ഇപ്പം ഇത്രയും കോൺട്രവേഴ്സീസ് കഴിഞ്ഞിട്ടുള്ള ഞാനും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം ഫീൽ ചെയ്യുന്നുണ്ട്? ഇനി വ്യത്യാസം ഇൻ ദ സെൻസ്, അന്നും ഞാൻ ചോദിച്ചായിരുന്നു ഇത്രയും ധൈര്യമായിട്ട് സംസാരിച്ചിട്ട് എന്തുകൊണ്ട് പേര് പറയുന്നില്ല എന്ന്. ഇപ്പോഴും അതേ ആറ്റിറ്റ്യൂഡിൽ തന്നെ ഇരിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇതുപോലെ പ്രശ്നങ്ങൾ ഉണ്ടാക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണോ, അല്ലെങ്കിൽ ആ ഒരു സർവൈവലിന്റെ ഭാഗമായിട്ട് വന്ന കോൺഫിഡൻസ് ആണോ എന്താണെന്ന് എനിക്കറിയില്ല. കുറച്ചുകൂടെ ബോൾഡ് ആയെന്ന് തോന്നുന്നു. നമ്മുടെ എക്സ്പീരിയൻസസ് ആണല്ലോ നമ്മളെ ബോൾഡ് ആക്കുന്നത്. അല്ല, അത് ഞാൻ അന്നെടുത്തൊരു സ്റ്റാൻഡാണ്. ഞാൻ ആരുടെയും പേരെടുത്ത് പറഞ്ഞ് ഒരു പാർട്ടിയെ എടുത്ത് പറഞ്ഞ് ഞാനായിട്ടൊരു പ്രശ്നത്തിലേക്ക് കൊണ്ടുപോകില്ല എന്ന് ഞാൻ എടുത്തൊരു സ്റ്റാൻഡാണ്. ആ സ്റ്റാൻഡ് തന്നെയാണ് ഇപ്പോഴും ഞാൻ തുടർന്ന് കൊണ്ടുപോകുന്നത്. അപ്പം ഞാൻ എൻ്റെ ജീവിതത്തിൽ നടന്ന ഒരു കാര്യം, ഒരു എക്സ്പീരിയൻസ്, അതായത് പെൺകുട്ടികൾ പൊതുരംഗത്ത് വരുമ്പോഴും രാഷ്ട്രീയത്തിൽ വരുമ്പോഴും ഒക്കെ ശ്രദ്ധിക്കണം. ഇത്തരത്തിലുള്ള ആൾക്കാരുണ്ട്. ആ ഒരു അർത്ഥത്തിൽ, അല്ലെങ്കിൽ നമ്മുടെ കൺസേൺസ് ഒന്നും അല്ലെങ്കിൽ നമ്മുടെ വിഷമങ്ങളൊന്നും കേൾക്കാൻ ആരുമില്ല എന്നുള്ള പ്രശ്നങ്ങൾ നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു കാര്യം ഞാൻ ഇൻ്റർവ്യൂവിൽ പറഞ്ഞു എന്ന് മാത്രമല്ല. അല്ലാതെ പ്രത്യേകിച്ച് ഒരു പർട്ടിക്കുലർ വ്യക്തിയെക്കുറിച്ചോ പാർട്ടിയെക്കുറിച്ചോ സംസാരിച്ച് അവരെ കൂടുതൽ പ്രതിസന്ധിയിലാക്കാനോ അതുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാനോ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അടിപൊളി പറഞ്ഞിട്ടില്ലേ. ഞാനത് ഒരു വ്യക്തിയെ എന്തെങ്കിലും ബുദ്ധിമുട്ടിലാക്കാനോ അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് അതിനകത്ത് തന്നെ എല്ലാം ഉണ്ട്. അത് മനഃപൂർവ്വം കരുതി കൂട്ടി ചെയ്തതാണെന്നല്ലേ. ആ ഒരു വ്യക്തിയെ പ്രതിസന്ധിയിലാക്കാനോ ചെയ്തതല്ലെന്നാണ് പറയുന്നത്. അതിനകത്ത് തന്നെ എല്ലാം ഉണ്ടെന്ന് മനസ്സിലായി. കാരണം ആ ഒരു വ്യക്തിയെ തകർക്കാൻ വേണ്ടിയിട്ട് മാത്രം ചെയ്തതാണ് ഇത്. ഈ ഒരു ഡയലോഗിനകത്ത് എല്ലാം ഉണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ രാഷ്ട്രീയത്തിലേക്ക് സ്ത്രീകൾക്കുണ്ടാകുന്ന ദുരനുഭവം എന്ന് പറയുന്നുണ്ട്. നമ്മളെ കേരള രാഷ്ട്രീയത്തിൽ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഗണേഷും അതുപോലെ ഗണേഷ് കുമാറിൻ്റെയും മുകേഷിൻ്റെയും വിഷയമല്ലാതെ ഞാൻ അത്ര വലിയ വിഷയങ്ങളൊന്നും ഞാൻ കേരള രാഷ്ട്രീയത്തിൽ കണ്ടിട്ടില്ല. സ്ത്രീകൾ അനുഭവിക്കുന്ന ദുരനുഭവങ്ങളെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് എനിക്ക് തോന്നുന്നു ഇത് ചൂണ്ടിക്കാട്ടാൻ മാത്രം ഇവർക്ക് രാഷ്ട്രീയത്തിൽ എന്ത് തേങ്ങാക്കോൽ അറിയാം അല്ലേ? എന്തെങ്കിലും അറിയാമോ രാഷ്ട്രീയത്തിൽ? ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിൽ ഏതെങ്കിലും പ്രതിനിധിയായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്റ്റേജിനകത്ത് ഇവർ കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. നടിയാണെന്ന് പറയുന്നുണ്ട്. നടിയാണെന്ന് ഞാൻ ഇവിടെ ഒരു സ്റ്റേജിൽ പോലും, ഏത് സിനിമയാണെന്ന് പോലും ഇവർ അഭിനയിച്ചതെന്ന് പോലും എനിക്ക് ഞാൻ കണ്ടിട്ട് പോലുമില്ല. നടിയാണെന്ന് പറയുന്നുണ്ട്. പിന്നെ രാഷ്ട്രീയം പറയാനാണെങ്കിൽ രാഷ്ട്രീയത്തിൻ്റെ ABCD അറിയത്തില്ലെന്ന് ഇതിലൂടെ തന്നെ മനസ്സിലാക്കാം. പിന്നെ ഈ രാഷ്ട്രീയത്തിൽ നടക്കുന്ന ഈ സ്ത്രീകൾക്കുണ്ടാകുന്ന ദുരനുഭവം എന്നൊക്കെ പറയുന്നതിൽ കാണുമായിരിക്കും. പക്ഷേ ഈ പറഞ്ഞ പോലെ അങ്ങും ഇങ്ങൊക്കെ തെറ്റിയും തെറിച്ചൊക്കെ കാണുമായിരിക്കും. അതെല്ലാ മേഖലയിലും ഉണ്ട്. അത് രാഷ്ട്രീയത്തിൽ മാത്രമാണോ? അല്ല, സിനിമാ മേഖല ഏറ്റവും കൂടുതൽ സിനിമാ മേഖലയിലാണ് നടക്കുന്നത്. സിനിമ സീരിയൽ മേഖലകളിലുണ്ട്. അപ്പം ഈ പറഞ്ഞിട്ടുള്ള പോലെ ഇപ്പം റിനി പറയുന്നുണ്ടല്ലോ, ഞാൻ ആ വ്യക്തിയെ മനഃപൂർവ്വം കരുതി കൂട്ടി ഇല്ലായ്മ ചെയ്യാൻ മാത്രം ചെയ്തതല്ല, അതങ്ങനെ സംഭവിച്ചു പോയതാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് പിന്നെ പേര് പറയുന്നില്ല? എന്തുകൊണ്ടൊരു പരാതി പോലും പറയുന്നില്ല? ആ ഒരു ഇൻ്റർവ്യൂ കണ്ടിട്ടുള്ള ആളുകൾക്കെല്ലാം നല്ല വ്യക്തമായിട്ട് അറിയാവുന്ന, ആ ഇൻ്റർവ്യൂ കണ്ടിട്ടുള്ള ആളുകൾക്കെല്ലാം മനസ്സിലായ കാര്യമാണ് അത് പ്രീ പ്ലാൻ ചെയ്തിട്ടുള്ളൊരു ഇൻ്റർവ്യൂ ആണെന്ന്. അല്ലാതെ ഒരു വ്യക്തിയുടെ ഹൂക്കേഴ്സ് എന്ന് പറയുമ്പോൾ തന്നെ അറിയാമല്ലോ അതാരാ പറയുന്നതെന്ന്. പേര് പറയേണ്ട കാര്യമില്ല. ഹൂക്കേഴ്സ് എന്ന് പറയുമ്പോൾ തന്നെ ആരാന്നറിയാം. പക്ഷേ പിന്നെ എന്തുകൊണ്ട് പേര് പറയുന്നില്ല?
എന്തുകൊണ്ട് പരാതി കൊടുക്കുന്നില്ല? എനിക്ക് ആദ്യം പറഞ്ഞ് എനിക്കങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞു, പിന്നെ എനിക്ക് അങ്ങനെ ഒരു അനുഭവമേ ഉണ്ടായിട്ടില്ലെന്ന് എന്ന് പറഞ്ഞു അല്ലേ? അപ്പോൾ പല സ്ഥലങ്ങളിലും പലതാണ് ഇവർ പറയുന്നത്. ബാക്കിയൂടെ കേട്ടു. അപ്പം അതിനുശേഷം വരുന്ന കുറേ വോയിസ് ക്ലിപ്സ് കേട്ടു, കുറേ പ്രൂഫ്സ് നമ്മൾ കണ്ടു, മാധ്യമങ്ങളിൽ വൈറലായിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ടപ്പോഴത്തേക്കും റിനിയുടെ ഭാഗത്തായിരുന്നു ശരി എന്ന് കാലം തെളിയിക്കുന്ന ഒരു പാത്തിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങളുടെ ഒരു പോക്ക് എന്ന് തോന്നുന്നുണ്ടോ? അല്ല, ഞാൻ പറഞ്ഞ കാര്യങ്ങൾ സത്യമാണെന്നുള്ള പൂർണ്ണമായ ഒരു ഇത് എനിക്കുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അത് കാലം തെളിയിക്കും എന്നുള്ളത് തന്നെയാണ്. എന്നാലും ഞാൻ ഇപ്പോഴും അങ്ങനെ പേരെടുത്ത് ഇന്ന വ്യക്തി എന്ന് പറയുന്നില്ല. പക്ഷെ ഉറപ്പായിട്ടും ഞാൻ അതിജീവിതകൾക്കൊപ്പമാണ്. ഇപ്പോൾ ഏത് കേസിലാണെങ്കിലും, അത് ഈ കേസിൽ എന്നല്ല ഏത് കേസിലാണെങ്കിലും അതിൽ സത്യമുണ്ടെന്ന് നമുക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ പൂർണ്ണമായിട്ടും അതിജീവിതകൾക്കൊപ്പമാണ്. അപ്പോൾ ഇനി എൻ്റെ ഉള്ള ലൈഫ് എന്ന് പറഞ്ഞാൽ അതിജീവിതകൾക്കൊപ്പം നിൽക്കുക എന്നുള്ളത് തന്നെയാണ്. ഓക്കെ. അപ്പോൾ ഈ അതിജീവിതയുടെ കാര്യം പറയുമ്പോൾ ഇപ്പോഴാണ് നമ്മുടെ ദിലീപേട്ടൻ്റെ ആ ഒരു കേസ് വന്നത്. പുള്ളിക്കാരനെ വെറുതെ വിട്ടു, അദ്ദേഹം കോടതി പറഞ്ഞു ആണല്ലോ. അപ്പോൾ ആ ഒരു സംഭവത്തിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അതിനകത്ത് ഞാൻ കരുതുന്ന അതിജീവിതയ്ക്ക് പൂർണ്ണമായ നീതി കിട്ടിയിട്ടില്ല എന്ന് തന്നെയാണ്. കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. ഞാൻ പൂർണ്ണമായിട്ട് ആ വിഷയത്തിൽ അതിജീവിതയ്ക്ക് ഒപ്പമാണ്. ഏത് വിഷയത്തിലെ പോലെ തന്നെ കൃത്യമായിട്ട് അതിജീവിതയ്ക്ക് ഒപ്പം എന്നുള്ളൊരു സ്റ്റാൻഡ് തന്നെയാണ് എടുക്കുന്നത്. അപ്പോൾ അതിജീവിതയ്ക്ക് അതിനകത്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അപ്പീൽ പോകണം, അവളുടെ നീതി അവൾ കണ്ടെത്തണം എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. ഈ എല്ലാവരും അതിജീവിതകൾക്കൊപ്പമാണ്. ഒരു ആക്രമണം നേരിട്ടിട്ടുണ്ടെങ്കിൽ ആ ഒരു സ്ത്രീക്കൊപ്പമാണ് എല്ലാവരും നിൽക്കുന്നത്. അത് സത്യമാണെങ്കിൽ. പക്ഷേ ഇവിടെ അതിജീവിത എന്ന് പറയുന്നത് ഇതിലെങ്ങനെയാണ് ഈ പരാതി കൊടുത്തിട്ടുള്ള ഒരു അതിജീവിത എന്ന് വിളിക്കുന്നത്? ഒരിക്കലും വിളിക്കാൻ പറ്റത്തില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിജീവിത എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞിട്ടുള്ള അനുവാദം കൂടാതെ ഒരാൾ ഈ പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയോടുകൂടി കാണിക്കുന്ന, ഒരു സ്ത്രീയോടുകൂടി കാണിക്കുന്ന അതിക്രമം, അപ്പോൾ അതിന് ഇരയാവുന്ന സ്ത്രീകളെയാണ് അതിജീവിത എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ പലവട്ടം സമ്മതത്തോടു കൂടിയിട്ടാണെന്ന് കോടതിയിൽ വരെ തെളിഞ്ഞ കേസാണ്, ഉഭയകക്ഷി സമ്മതപ്രകാരം. അപ്പോൾ ഇവിടെ എങ്ങനെ അതിജീവിതയാവും എന്നാണ് എൻ്റെ ഒരു ചോദ്യം. ഞാൻ ചിന്തിക്കുന്നത് ഇവിടെ എങ്ങനെ അതിജീവിതയാവും? മാത്രമല്ല സുപ്രീം കോടതിയിൽ നിന്നുള്ള ആ ഒരു വിധി വരെ കണ്ടയാണ്. ഉഭയകക്ഷി സമ്മതപ്രകാരം ഇതൊന്നും കുറ്റകരമായിട്ട് കാണാൻ സാധിക്കത്തില്ല എന്ന് കോടതി വരെ പറഞ്ഞിട്ടുള്ളതാണ്. പിന്നെ ഈ പറഞ്ഞിട്ടുള്ളവർ തന്നെ എന്തൊക്കെ സാധനങ്ങൾ മേടിച്ചു കൊടുത്തിട്ടുണ്ടെന്നല്ല ഈ വാർത്തകളിലൊക്കെ നമ്മൾ കണ്ടത്. പല സാധനങ്ങളും മേടിച്ചു കൊടുത്തു. അപ്പം പല സ്ഥലങ്ങളിൽ പലവട്ടം ഫ്ലാറ്റിലേക്ക് പോയിട്ടുണ്ട്, അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അപ്പം വിളിച്ചു വരുത്തിയിട്ടുണ്ടെന്നൊക്കെ പോയിട്ടുണ്ടെന്നൊക്കെ പറയുന്നു. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് അതിജീവിതയാകുന്നത്? അതാണ് ഞാൻ ആലോചിക്കുന്നത്. അതിജീവിതം എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിലുള്ള അതിജീവിതകൾക്ക് നീതി കിട്ടണം, നീതി മേടിച്ചു കൊടുക്കണം. ഈ പറഞ്ഞിട്ടുള്ള അതിനെ സപ്പോർട്ട് ചെയ്തിട്ടേ ഞാനും സംസാരിക്കും, നമ്മളൊക്കെ സംസാരിക്കും അല്ലേ? അത് സത്യസന്ധമായിട്ടുള്ള അതിജീവിതകളാണെങ്കിൽ അതിനെയായിരിക്കും നമ്മൾ പൂർണ്ണമായിട്ട് പിന്തുണയ്ക്കാതിരിക്കാൻ പറ്റത്തില്ല. പക്ഷേ ഈ കേസിനകത്ത് ഒരിക്കലും നമുക്ക് അങ്ങനെ കാണാൻ പറ്റത്തില്ല അല്ലേ? ഇതൊക്കെ കയ്യിലിരിപ്പ് കൊണ്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണ്, അല്ലാതെ വേറൊന്നുമല്ല. ബാക്കിയും കൂടെ കേട്ടു കൊണ്ട് തന്നെയാണ്. പക്ഷെ ഇതേ കേസിൻ്റെ ഒരു അതർ സൈഡ് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ദിലീപേട്ടൻ കുറ്റവിമുക്തനായി, അദ്ദേഹം 8 വർഷം അനുഭവിച്ച, ഒരു കുറ്റവും ചെയ്യാത്ത ഒരാളാണെന്ന് കോടതി വിധിച്ച സ്ഥിതിക്ക് നമുക്ക് അങ്ങനെ തന്നെ പറയാം. അപ്പോൾ ഒരു തെറ്റും ചെയ്യാത്ത ഒരു മനുഷ്യൻ ഈ 8 വർഷം നീണ്ടു നിന്ന കരിയർ പോയി, ലൈഫ് പോയി, സമൂഹത്തിലുണ്ടായിരുന്ന ഇമേജ് പോയി, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ നല്ല കുറേ വർഷങ്ങളാണ്, യങ് ആയിട്ടിരുന്ന കുറേ വർഷങ്ങളാണ് പോയത്. എന്തൊക്കെ ബുദ്ധിമുട്ടുകളായിരിക്കും ആ ഒരു വ്യക്തി, ആ ഒരു മനുഷ്യൻ അനുഭവിച്ചിട്ടുണ്ടാവുക എന്നുള്ളത് കൂടെ ഇവിടെ ചർച്ച ചെയ്യാൻ. തീർച്ചയായിട്ടും അത് ചില കേസുകളിലൊക്കെ ഇങ്ങനെ പെട്ടുപോകുന്ന ആളുകളുണ്ട്, ഇന്നസെൻ്റ് ആയിട്ടുള്ള ആളുകൾ. ഇപ്പോൾ റീസെൻ്റ്ലി ഞാൻ അങ്ങനെ ഒരു ന്യൂസ് ശ്രദ്ധിച്ചായിരുന്നു. ഒരു പീഡന കേസിൽ പ്രതി എന്ന് പറഞ്ഞിട്ട് കുറേ വർഷങ്ങൾ കഴിഞ്ഞിട്ട് അയാൾ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല, അതൊരു കള്ളപ്പരാതിയായിരുന്നു. അപ്പം അങ്ങനെയുള്ള ഇഷ്യൂസ് ഉണ്ട്. അപ്പോൾ ചിലർ ഇതിനെ മിസ്യൂസ് ചെയ്യുന്നത് കൊണ്ടാണ് ഈ സമൂഹത്തിൽ ഈ കൺഫ്യൂഷൻ സൃഷ്ടിക്കപ്പെടുന്നത്. അതായത് ചില സ്ത്രീകൾ മോശമായ രീതിയിൽ ഇതിനെ മിസ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നീതി കിട്ടേണ്ട സ്ത്രീകൾക്ക് നീതി കിട്ടാത്തൊരവസ്ഥയിലേക്ക് അത് കാരണവും എത്തപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷെ പൊതുവിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ നിയമ സംവിധാനത്തിൽ 90% സ്ത്രീക്ക് അനുകൂലമായ രീതിയാണ്. പക്ഷേ ഇൻഫാക്റ്റ് അതിൻ്റെ പ്രാവർത്തിക തലത്തിൽ സ്ത്രീക്ക് അനുകൂലമാകുന്നുണ്ടോ എന്നുള്ളത് വലിയൊരു ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇതിപ്പം ഇവരെ കാര്യം തന്നെ ഇതിനകത്ത് ഇവർ പറയുന്നുണ്ട്, ഇതൊക്കെ മിസ്യൂസ് ചെയ്യുന്നുണ്ടെന്ന് ചില സ്ത്രീകൾ. അവർ തന്നെ അവരെ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇപ്പം ഈ പറഞ്ഞിട്ടുള്ള പോലെ ഇപ്പം ദിലീപിൻ്റെ കേസിനകത്ത് കണ്ടല്ലോ. അപ്പം ദിലീപിൻ്റെ കേസുമായിട്ട് ബന്ധപ്പെട്ട് ഇത്രയും വർഷം അയാൾക്ക് കുറേ സിനിമകൾ, അയാളുടെ ലൈഫിനകത്തുണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ, അതൊക്കെ നഷ്ടപ്പെട്ടു എന്നൊക്കെയാണ് ഇവർ പറയുന്നത്. അപ്പം
ശരിയാണ്. ഇപ്പം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസിൽ തന്നെ ഇപ്പം ദിലീപിൻ്റെ കേസിൽ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ക്ലാരിറ്റി കിട്ടാനുണ്ട് ഇനിയും. കുറേ അതിജീവിതയ്ക്ക് ഒരു അതിജീവിതയ്ക്ക് ഉറപ്പായിട്ട് നീതി കിട്ടണം. പക്ഷേ ദിലീപ് കുറ്റക്കാരനാണോ അല്ലയോ എന്നൊന്നും അറിയത്തില്ല. അത് ഇനിയും പക്ഷേ കുറേ കാര്യങ്ങൾ തെളിയാൻ കിടപ്പുണ്ട്. അത് കറക്റ്റ് കാര്യമാണ്. പക്ഷേ ഇത്രയും നാൾ അയാളൊരു പക്ഷേ നിരപരാധിയാണെങ്കിൽ ഇത്രയും നാളും അയാൾ അനുഭവിച്ച ഒരു ഡ്രോമയുണ്ടല്ലോ, അത് മാനസികാവസ്ഥ, അത് ഒരിക്കലും നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു സാധനം. നിരപരാധിയാണെങ്കിൽ കുറ്റക്കാരനാണോ നിരപരാധിയാണോ എന്ന് ഇനിയും തെളിയാൻ കിടക്കുവാണ്. അത് വേറെ കാര്യം. പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസ് നോക്കിക്കഴിഞ്ഞാൽ അതും ഇതും തമ്മിൽ ഒരിക്കലും നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ഇപ്പം ഈ ചുരുങ്ങിയ കാലയളവിൽ തന്നെ പുള്ളിക്ക് ഉണ്ടായിട്ടുള്ള ഓരോ നഷ്ടങ്ങൾ, അത് ഭയങ്കര നഷ്ടങ്ങളാണ്. സ്വന്തം പ്രസ്ഥാനത്തിൽ നിന്ന് തന്നെ പുറത്താക്കി. അതുമാത്രമല്ല, ഈ പറഞ്ഞിട്ടുള്ള രാഷ്ട്രീയത്തിൽ നല്ലൊരു ഭാവി ഉണ്ടായിരുന്നൊരു വ്യക്തിയാണ്. പുള്ളിയുടെ രാഷ്ട്രീയം തകരുന്ന ഒരു വക്കീൽ തന്നെ കൊണ്ടെത്തിച്ചു അല്ലേ, പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. ഈ ഒരു ഇലക്ഷനിൽ പുള്ളിക്ക് മത്സരിക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ വരെ കൊണ്ടെത്തിച്ച് കളഞ്ഞു ഈ ഒരു വിഷയം. അപ്പം ഒരാളെ ഭാവി തകർക്കാനും അതുപോലെ രാഷ്ട്രീയം വെച്ച് ഇതിനകത്ത് രാഷ്ട്രീയത്തിൻ്റെ കുറേ കളികളുണ്ട്, ഒരുപാട് കളികളുണ്ട്. അതാണ് പുള്ളി ഇങ്ങനെ വേട്ടയാടിക്കൊണ്ടിരുന്നത്. ഇപ്പം കണ്ടില്ലേ, ഇപ്പം പുള്ളിയുടെ ഇലക്ഷനും കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് രാഹുൽ മാങ്കൂട്ടവുമായിട്ട് ബന്ധപ്പെട്ട ഒരു വാർത്ത ഇപ്പം നമ്മൾ കാണുന്നില്ലല്ലോ. പക്ഷേ ഈ ഇലക്ഷന് തൊട്ട് മുമ്പ് വരെ എന്തിനു പറയാം, ഇലക്ഷൻ്റെ അന്ന് വരെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വാർത്തയുണ്ടായിരുന്നു. ഇപ്പം മീഡിയാസൊക്കെ ആണെങ്കിൽ ഓടി നടക്കുമായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വാർത്തയും കൊണ്ടിട്ടല്ലേ. ഇപ്പം നമ്മളൊന്നും കാണുന്നില്ല. അപ്പം ഇതൊരു രാഷ്ട്രീയത്തിൻ്റെ പുള്ളിയെ തകർക്കാൻ അതേപോലെ പുള്ളിയുടെ വായടപ്പിച്ച് മാറ്റി നിർത്താൻ വേണ്ടിയിട്ടുള്ളൊരു രാഷ്ട്രീയത്തിൻ്റെ കളി തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ അറിയാതെ കഴിക്കുന്ന ആളുകൾക്ക്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴും അത് കണ്ടിന്യൂ നടന്നുകൊണ്ടിരിക്കണമല്ലോ. ഇപ്പം എന്തുകൊണ്ട് ശബ്ദിക്കുന്നില്ല? അപ്പോൾ ഇവരൊക്കെ വിചാരിച്ച് പുള്ളിയുടെ വായടപ്പിച്ച് മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞിട്ടുള്ള വരാനിരിക്കുന്ന ഇലക്ഷനിൽ അതൊരു ഗുണം ചെയ്യുമെന്നാണ് വിചാരിച്ചത്. പക്ഷേ എനിക്ക് തോന്നുന്നു നേരെ തിരിച്ചായിപ്പോയി. പുള്ളി അകത്ത് നിന്നതിനേക്കാളും പവർഫുള്ളായിട്ടാണ് പുള്ളി പ്രസ്ഥാനത്തിന് വെളിയിൽ നിന്നിട്ട് ഓരോ കാര്യങ്ങളിൽ അഭിപ്രായം പറയുന്നതും ഓരോ വീഡിയോസ് ഇടുന്നതൊക്കെ നമ്മൾ കണ്ടതല്ലേ. അപ്പം ഇലക്ഷന് തൊട്ട് മുന്നോടിയായിട്ടുള്ള വീഡിയോസ് തന്നെ കണ്ടില്ലേ, അത് കണ്ടിട്ട് കുരു പൊട്ടിപ്പോയി പല ആളുകൾക്കും. കുരു പൊട്ടിയിട്ട് പിന്നെ പുള്ളിയുടെ വീഡിയോസിനകത്ത് വരുന്ന ജനങ്ങളുടെ പിന്തുണ കണ്ടിട്ട് അത് ലൈക്കും കമൻറ്റും കെയറിങ്ങൊക്കെ ഈ പറഞ്ഞിട്ടുള്ള PR വർക്കാണ്, അങ്ങ് ചൈനയിൽ നിന്നൊക്കെ കൊണ്ടുവന്നതെന്നൊക്കെ പറഞ്ഞിട്ട് പല സംഭവങ്ങൾ നമ്മൾ കണ്ടതാണ്. അപ്പം രാഹുൽ എന്നൊരു വ്യക്തിയെ എനിക്ക് തോന്നുന്നു ഇനി ആരൊക്കെ എന്തൊക്കെ ചെയ്താലും പുള്ളിയുടെ വായടപ്പിക്കാൻ നടക്കുന്ന കാര്യമല്ല. പുള്ളിയെ സൈഡാക്കാമെന്ന് വിചാരിക്കുന്ന ആളുകളെ സൈഡായി പോകും. കാരണം പുള്ളിയുടെ വായടപ്പിക്കാൻ നോക്കുമ്പോഴേക്കും അത് ഇരട്ടി ശക്തിയായിട്ടാണ് പുള്ളി തിരിച്ച് കയറി വന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ എന്തായാലും എനിക്ക് തോന്നുന്നു റിനി പറഞ്ഞിട്ടുള്ള ഇതൊന്നും പുള്ളിക്ക് വലിയ സംഭവമായിട്ട് എനിക്ക് തോന്നുന്നു പുള്ളി അത് എടുത്തിട്ടില്ല. കാരണം പുള്ളി ഇറങ്ങിയിട്ട് റിനിയുടെ ഈ ഒരു പ്രസ്താവനയുമായിട്ട് ബന്ധപ്പെട്ടൊന്നും പ്രതികരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ എന്തായാലും രാഹുൽ തിരിച്ചു വരുമെന്നാണ് എൻ്റെ വിശ്വാസം. അതുപോലെ നിങ്ങൾക്ക് റിനിയെ പറ്റിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഉറപ്പായിട്ടൊന്ന് കമൻറ്റ് ചെയ്യണേ. റിനി ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ പറ്റിയിട്ട് നിങ്ങളെ വിലയിരുത്തൽ എന്താണെന്ന് കമൻറ്റ് ചെയ്യണേ. അതുപോലെ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്ത് ചാനലും കൂടെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ വരാം.